ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശപ്രകാരം പോലീസ് സൂപ്രണ്ട് ഷൗക്കത്ത് അലിയും സംഘവും ഇറങ്ങിക്കഴിഞ്ഞു. പകരം വീട്ടാനല്ല, പകരം വെക്കാനില്ലാത്ത നരനായാട്ട് നടത്തിയ പോലീസ് ഗുണ്ടകളെ പൂട്ടി അകത്തിടാൻ വേണ്ടി തന്നെയാണ്. നവകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിൽ അന്വേഷണ സംഘങ്ങൾ നൽകിയ 2 റിപ്പോർട്ടുകളും പരിശോധിച്ചു കഴിഞ്ഞു. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലിയും സംഘവും ആദ്യം തന്നെ ഇന്ന് ആലപ്പുഴയിൽ എത്തുകയാണ്. മർദ്ദനമേറ്റ നിയുക്ത MLA AD തോമസിന്റെയും അജയ് ജുവൽ കുര്യാക്കോസിന്റെയും മൊഴിയെടുക്കുകയാണ് ആദ്യത്തെ പരിപാടി. ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകരിൽ നിന്നും അവർ വിവരങ്ങൾ തേടും. ഇതറിഞ്ഞ ഉടനെ പോലീസുകാരെല്ലാം നിന്ന നിൽപ്പിൽ തന്നെ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. പാമ്പിനെ തല്ലുന്നത് കൊല്ലാനാണെന്നിരിക്കെ അതേ രീതിയിൽ അതേ ഉദ്ദേശത്തോടെ തല്ലി മൃതപ്രാണരാക്കിയ പോലീസുകാരുടെ ആപ്പീസ് പൊട്ടിക്കാൻ തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശം. കാരണം അവർ കോൺഗ്രസ്സുകാരെ തല്ലിയത് കൊണ്ട് മാത്രമല്ല, അവർ പോലീസ് സേനയ്ക്ക് കളങ്കം വരുത്തിയത് കൊണ്ടാണ്. ശരവേഗത്തിൽ വെറും 15 ദിവസം കൊണ്ട് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിണറായി വിജയന്റെ ഭരണത്തിന്റെ കീഴിൽ നശിച്ചുപോയ കേരള പോലീസ് എന്ന മഹത്തായ ഒരു സംവിധാനത്തിന്റെ ആ മഹത്വം വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വലിയ ശ്രമമാണ് ഇപ്പോൾ നടത്തേണ്ടതുള്ളത്. അതിലാദ്യം തന്നെ പോലീസിന്റെ കീഴിലുള്ള കള്ളന്മാരെയും ക്രിമിനലുകളെയും പൂട്ടുക എന്നുള്ളതാണ് ഈ മന്ത്രിസഭയുടെ തീരുമാനം. കോടതി പറഞ്ഞിട്ട് പോലും ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്ത, പുനരന്വേഷണം നടത്തി ഈ പോലീസ് ഗുണ്ടകളെ അകത്തിടാൻ തയ്യാറാകാത്ത തരത്തിൽ പിണറായി പോലീസ് ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ആദ്യം പരിഹരിക്കുന്ന വിഷയമെന്നും രമേശ് ചെന്നിത്തല നിർബന്ധം പിടിച്ചിരിക്കുന്നു. അതാണ് UDF സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പുനരന്വേഷണത്തിന് തീരുമാനമായത്. നവകേരള യാത്രക്കിടെ മുഖ്യമന്ത്രി പോകുന്നതിനിടയിൽ പലയിടത്തും അക്രമം അഴിച്ചുവിട്ടത് പോലീസുകാർ തന്നെയാണ്. അതിൽ ആലപ്പുഴയിൽ വെച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചത് കേരളം മുഴുവൻ കടുത്ത പ്രതിഷേധത്തിനിടയാക്കിയത് നമ്മൾ കണ്ടു. നവകേരള യാത്രക്കിടെയുണ്ടായ ഈ ക്രൂരമർദ്ദനത്തെ അപലപിക്കുന്നതിന് പകരം പോലീസ് ക്രിമിനലുകളെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ സംഭവത്തെ രക്ഷാപ്രവർത്തനമെന്നാണ് പിണറായി വിജയൻ വിശേഷിപ്പിച്ചത്. പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം തുടങ്ങിയെങ്കിലും കൃത്യനിർവഹണം മാത്രമുണ്ടായി എന്ന വിചിത്രമായ ഒരു റിപ്പോർട്ടാണ് അന്നത്തെ പോലീസ് സമർപ്പിച്ചത്. അതുതന്നെയാണ് പോലീസ് സേനയ്ക്ക് ഏറ്റവും കളങ്കം വരുത്തിയതും. പക്ഷേ ദൃശ്യങ്ങൾ നൽകാതെ പോലീസ് കോടതിയെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ മാധ്യമങ്ങളിൽ അടക്കം വന്ന ദൃശ്യങ്ങൾ പിന്നീട് ഹാജരാക്കിയപ്പോൾ അത് കണ്ട കോടതി പിണറായിയുടെ ഗൺമാൻ അനിൽകുമാറിനും സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപിനുമെതിരെ പുനരന്വേഷണത്തിന് നിർദ്ദേശിക്കുകയായിരുന്നു. പക്ഷേ 1.5 വർഷം കഴിഞ്ഞിട്ടും LDF സർക്കാർ അതിന് തയ്യാറായില്ല. കോടതിയുടെ നിർദ്ദേശം പുല്ലുപോലെ വലിച്ചെറിഞ്ഞു. ഇതോടെയാണ് UDF സർക്കാർ അധികാരത്തിലേറിയ ആദ്യ ദിവസം നടന്ന മന്ത്രിസഭാ യോഗത്തിൽ തന്നെ SIT രൂപീകരിച്ച് പുനരന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. സത്യത്തിൽ കോടതിയെ പരിഹസിച്ച ഇടത് സർക്കാരിനേറ്റൊരു തിരിച്ചടി കൂടിയാണത്. അതിനിടയിൽ പോലീസുകാർക്കെല്ലാം സ്ഥാനക്കയറ്റവും അവർ നൽകി. ഇവർ വിചാരിച്ചത് പിണറായി വിജയൻ ആ കസേരയിൽ നിന്നും മാറില്ല എന്നായിരുന്നു. പക്ഷേ ചെന്നിത്തലയുടെ കൈയുടെ ചൂടറിയാൻ പോകുന്നതേയുള്ളൂ. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലി മേൽനോട്ടം വഹിക്കുന്ന സംഘത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസാണ്. 7 അംഗ സംഘം 1 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം. ഇതിനിടയിൽ 15 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ സർക്കാരിൻ്റെ ഏറ്റവും വേഗതയുള്ള ഒരു തീരുമാനം ഇതാണ്. അതോടെ കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. CPM-നെ പോലെ അധികാരമുള്ളപ്പോൾ അഴിഞ്ഞാടാനുള്ളൊരു ആഗ്രഹത്തും കൊണ്ടല്ല, മറിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിയവരോട് നിയമപരമായി എങ്കിലും ചോദിച്ചല്ലോ എന്ന വലിയ സന്തോഷത്തിലാണവർ. ഇനി വരാനുള്ളത് പിണറായിയുടെ ഗൺമാനും സെക്യൂരിറ്റിക്കും സസ്പെൻഷൻ എന്നുള്ളൊരു വാർത്തയാണ്. അതോടെ ഈ രാജ്യത്തിൻ്റെ നിയമം ഒന്നുകൂടി ശക്തിപ്പെടും.